ട്രൈബിനെ കുറിച്ചാണ് കൂടുതലും. ട്രൈബിൻ്റെ ഒരു സിനിമയാണല്ലോ, അപ്പോൾ അതിലുള്ള ഭാഷയും ട്രൈബിൻ്റെ ഭാഷ ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം സാറ് ആ ഒരു സിനിമ എടുത്ത സമയത്ത് ആ നടന്നൊരു സംഭവത്തിനെ കുറിച്ചിട്ടും അതിൽ അവരുടെ ലാംഗ്വേജിനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു അതിനൊരു ഒരു അനുഭവം? മലയാള സിനിമയുടെ നവഭാവുകത്തിൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ പ്രശ്നമോ? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടു. ആ ഭാഷ പഠിക്കാൻ ഭയങ്കര പണിയാണ്. കേട്ടാൽ മനസ്സിലാവും കുറച്ചൊക്കെ, കാരണം അത് തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു 4 ഭാഷകളുടെ സങ്കര ഭാഷയാണ്. പഠിക്കാൻ പറ്റില്ല, എനിക്കാവില്ല. കേട്ടാൽ മനസ്സിലാവും. ഓക്കെ. പിന്നെ ഭാഷ എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെയും കൂടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ ആ ഭാഷയിൽ തന്നെ എടുക്കുക എന്ന് പറയുന്നത് ഞാൻ എന്നോട് കാണിക്കേണ്ട നീതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അത്ര റിസ്ക് ഉണ്ടാകുമ്പോഴും നമ്മൾ ആ ഭാഷയിൽ തന്നെ സിനിമ എടുക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത്, ഞാനൊക്കെ സ്കൂൾ കാലത്തൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയായിരുന്നു മാതൃഭാഷയുടെ മരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാതെ പറയായിരുന്നു പ്രസംഗത്തിൽ. പക്ഷേ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ മനസ്സിലാവും, ഈ ഭാഷയിൽ നിന്ന് ആളുകൾ ഉപയോഗിക്കാത്തത് കൊണ്ട് വാക്കുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ചില വാക്കുകൾ സ്ക്രിപ്റ്റിലുള്ള മലയാളത്തിൽ അത് ചോലനായിക്ക ഭാഷയിലേക്ക് മാറ്റുമ്പോൾ ചില വാക്കുകളുടെയൊന്നും ചോലനായിക്ക പദം അഭിനേതാക്കൾക്ക് കിട്ടുന്നില്ല. അത് അടുത്ത ഷെഡ്യൂളിൽ അവർ പഴയ ആളുകളോട് ചോദിച്ചിട്ട് വരുമ്പോഴാണ് ആ വാക്കുകൾ കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ലൊക്കേഷനിൽ നമ്മളിങ്ങനെ കാണുകയാണ് ഒരു ഭാഷ ഇങ്ങനെ മരിച്ചു പോകുന്നത്, വാക്കുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം നമ്മളിങ്ങനെ മലയാളം പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ ഭാഷ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചുണ്ടിൽ വെച്ചിട്ടൊരു ഭാഷ നഷ്ടപ്പെടുന്നത് നമ്മളിങ്ങനെ കാണുമായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു അനുഭവം. ജി പറഞ്ഞതിനോട് എനിക്കൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ അഡ്രസ്സ് ആവേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് സീസ്കേപ്പ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉടലാഴം അതിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം കാണുന്നൊരു കൂട്ടത്തിലൊരു സിനിമ ഉടലാഴം ഉണ്ട് അതിനകത്ത്. പക്ഷേ ഇപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കും എവിടെയാണ് ഉടലാഴം ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സീസ്കേപ്പിൽ. അപ്പോൾ ആൾ ചോദിക്കും അതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ OTT പ്ലാറ്റ്ഫോമാണത്. ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ഇടമാവേണ്ട ഒരു സ്ഥലമാണത്. പക്ഷെ അത് അത്രമാത്രം കരുത്തുള്ള ഒരു ഇടമായിട്ട് അത് സ്റ്റേറ്റിന് വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ, ഒരു താല്പര്യമുണ്ടെങ്കിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന എന്നതേ ഉള്ളൂ. നിങ്ങൾ എത്ര ആളുകൾ OTT സീസ്കേപ്പ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് മറ്റു OTTകളെ പോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ OTTയും ഒന്ന് ഉഷാറായാൽ ഈ സിനിമയൊക്കെ ഈസി ആയിട്ട് അതിലിടാം, ആവശ്യമുള്ള ആളുകൾക്ക് കാണാം. അതൊരു വലിയ മാർഗമാണ് എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ പരസ്യങ്ങൾ പോലും എനിക്ക് തോന്നുന്നത് KFDC നിർമ്മിച്ച സിനിമകളുടെ പരസ്യമാണ് പലപ്പോഴും അതിൻ്റെ പരസ്യമായിട്ട് കൊടുക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഞങ്ങൾ KFDC നിർമ്മിച്ചതല്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള സംവിധായകരുടെ സിനിമകൾ അതിൽ പോസ്റ്റർ വരാതിരിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ പരിഗണന വേണമെന്ന് തോന്നുന്നു. കാരണം സിനിമകൾ അതിനകത്ത് കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. പിന്നെ രാജേട്ടൻ പറഞ്ഞതുപോലെ, രാജേട്ടൻ ഓൾറെഡി എന്നോട് നേരത്തെ ആൾ ചോദിച്ചത് രാജേട്ടൻ ചെയ്ത സിനിമയുടെ പേരറിയില്ല ആളുകൾക്ക്. രാജേഷ് മാധവൻ അനുഭവിച്ച സംവിധാനം ചെയ്ത സിനിമ ഏതാ എന്നാ ചോദിക്കുന്നത്. അദ്ദേഹത്തിനൊരു ബാല്യമുണ്ട്, ആ ബാല്യമാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ എക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ പരസ്യം കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ മേക്കേഴ്സ് എന്നുള്ളതായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അങ്ങനെയുള്ളൊരു സിനിമ ചെയ്തിട്ട് ഇത് ചെയ്താലേ ആളുകൾ കാണൂ എന്നുള്ളതാണെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങളുടെ സിനിമ ആളുകൾ കാണാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പം താങ്ക് യു ഓൾ.